ജ്ഞാനം 16-ാം അധ്യായം. മൃഗാരാധകർക്ക് അർഹിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു. മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു. സ്വജനത്തെ ശിക്ഷിക്കുന്നതിന് പകരം അങ്ങ് അവരോട് കാരുണ്യം കാണിച്ചു. അവർക്ക് വിശപ്പടക്കാൻ രുചികരമായ കാടപ്പക്ഷികളെ നൽകി. ഭക്ഷണം കൊതിച്ച വൈരികൾക്കാകട്ടെ അരോചകമായ വിചിത്ര ജീവികളെ അയച്ചു. സ്വജനത്തിൻ്റെ അല്പകാലത്തെ ദാരിദ്ര്യത്തിന് ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി. ആ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യമായിരുന്നു. ശത്രുക്കളെ എത്രമാത്രം അങ്ങ് പീഡിപ്പിച്ചുവെന്ന് അങ്ങയുടെ ജനത്തെ ഇതുവഴി കാണിച്ചു കൊടുത്തു. അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൗര്യത്തിനിരയാകുകയും സർപ്പദംശനമേറ്റ് നശിക്കുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടു നിന്നില്ല. അവർ അല്പകാലം താക്കീതെന്ന നിലയിൽ പീഡനമേറ്റു. അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർമ്മിപ്പിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി. അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. അവർ കണ്ട വസ്തുവിനാലല്ല, എല്ലാറ്റിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലം രക്ഷപ്പെട്ടു. അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് ഇതുവഴി ബോധ്യപ്പെടുത്തി. വെട്ടുക്കിളികളുടെയും ഈച്ചകളുടെയും ഉപദ്രവത്താൽ അവർ മരിച്ചു വീണു. അവർക്ക് ഉപശാന്തി ലഭിച്ചില്ല. ഇത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് അവർ അർഹരായിരുന്നു. അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷസർപ്പത്തിൻ്റെ പല്ലിനും കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിക്കുവാൻ അവർ ദംശിക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് അവരെ അതിവേഗം രക്ഷിച്ചു. അല്ലെങ്കിൽ ആഴമുള്ള വിസ്മൃതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ അവർക്ക് ഇടയാകാതെ പോകുമായിരുന്നു. കർത്താവേ, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. ഒരുവൻ തൻ്റെ ദുഷ്ടതയിൽ മറ്റൊരുവനെ വധിക്കുന്നു. എന്നാൽ വേർപെട്ടുപോയ ജീവനെ തിരികെ കൊണ്ടുവരാനോ ബന്ധിതമായ ആത്മാവിനെ മോചിപ്പിക്കുവാനോ അവന് കഴിവില്ല. അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത അധികാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റു. അവരെ അതിവൃഷ്ടിയും ഹിമപാതവും കൊടുങ്കാറ്റും പിന്തുടർന്നു. അഗ്നി അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. എത്ര അവിശ്വസനീയം! എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു. പ്രപഞ്ചം നീതിമാന്മാർക്ക് വേണ്ടി പോരാടുമല്ലോ. അധർമ്മികൾക്കെതിരെ അയക്കപ്പെട്ട ജീവികൾ നശിക്കാതിരിക്കുവാനും ഇത് കണ്ട് തങ്ങളെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ അഗ്നി അടങ്ങി. വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കുവാൻ ജലമധ്യത്തിൽ അത് അഗ്നിയേക്കാൾ തീക്ഷ്ണമായി ജ്വലിച്ചു. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്ക് വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നതിൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഹിമപാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്കവിധം മഞ്ഞുകെട്ടിയും അഗ്നിയിലുരുകിയില്ല. നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സുഗുണം മറന്നു. സൃഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് അവിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അഗ്നിയിൽ നശിപ്പിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. കൃതജ്ഞൻ്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. ജ്ഞാനം 17-ാം അധ്യായം. അങ്ങയുടെ വിധികൾ മഹത്വവും അവർണ്യവുമാണ്. അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവൻ വഴിതെറ്റിപ്പോകുന്നു. വിശുദ്ധ ജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ അധികാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ്. നിത്യപരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അവർ അവയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി. ദുർഭൂതങ്ങൾ അവരെ ഭയഭ്രാന്തരാക്കി. ഉള്ളറകളിലായിരുന്നിട്ടും അവർ ഭയമുക്തരായിരുന്നില്ല. അവർക്ക് ചുറ്റും ഭീകര ശബ്ദം മുഴങ്ങി. ഇരുണ്ട ഉഗ്രഹസ്തങ്ങൾ അവരെ വേട്ടയാടി. അഗ്നിക്ക് പ്രകാശം പകരാൻ സാധിച്ചില്ല. നക്ഷത്രങ്ങളുടെ ദീപ്തരശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല. സ്വയം ജ്വലിച്ചതും ഭീകരവുമായ ഒരു അഗ്നിയെ മറ്റൊന്നും അവയുടെ മേൽ പ്രകാശിച്ചതുമില്ല. തങ്ങൾ കാണുന്ന വസ്തുക്കൾ അദൃശ്യ വസ്തുക്കളെന്ന് ഭീകരമാണെന്ന് അവർക്ക് തോന്നി.
അവരുടെ മാന്ത്രിക കലയുടെ വ്യാമോഹം തറപറ്റി അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി. രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്നവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു. ഭയപ്പെടാൻ ഒന്നും ഇല്ലാതിരുന്നിട്ട് അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സിൽക്കാരങ്ങൾ കേൾക്കുമ്പോഴും പേടിച്ചു വിറച്ചു. അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു. ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്. അത് തന്നെ ശിക്ഷിക്കുന്നു. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു. സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു. അശക്തമായ പാതാളത്തിൽ നിന്ന് എത്തിയ അശക്തമായ രാത്രി തങ്ങളെ ചൂഴ്ന്നപ്പോൾ അവർ ഒരേ ഉറക്കത്തിൽ മുഴുകി. ചിലപ്പോൾ ഭീകരഭൂതങ്ങളെ കണ്ട് അവർ ചകിതരായി, മറ്റു ചിലപ്പോൾ മനം തകർന്ന് മരവിച്ചു. കാരണം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഭയം അവരെ ഗ്രസിച്ചു. അവിടെ ഉണ്ടായിരുന്നവരും ലോകനിർമ്മിതമല്ലാത്ത ഈ തടവറയിൽ അടയ്ക്കപ്പെട്ടു. കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ, അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഏവരും ഒരേ അന്ധകാരത്തിന്റെ ശൃംഖലയിൽ ബന്ധിതരായിരുന്നു. കാറ്റിന്റെ സീൽക്കാരമോ പന്തലിച്ച വൃക്ഷത്തിൽ പക്ഷികളുടെ കളകളാരവമോ പാഞ്ഞൊഴുകുന്ന ജലത്തിന്റെ താളമോ പാറകൾ പിളർക്കുന്ന പരുഷ ശബ്ദമോ ചാടി ഓടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്രമൃഗങ്ങളുടെ ഗർജനമോ പർവ്വത ഗുഹകളിൽ നിന്നുള്ള മാറ്റൊലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബ്ധരാക്കി. ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സറ്റ് നിർവിഘ്നം ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിന്റെ പ്രതീകമായ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു. എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു. ജ്ഞാനം 18-ാം അധ്യായം. എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു. ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു, എന്നാൽ അവരുടെ രൂപം കണ്ടില്ല. പീഡനം ഏൽക്കാഞ്ഞതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു. അങ്ങയുടെ വിശുദ്ധ ജനത്തോട് അവർ മുൻദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാത്തതിന് നന്ദി പറഞ്ഞു. അവരോട് ശത്രുത കാട്ടിയതിന് മാപ്പ് ചോദിച്ചു. അങ്ങയുടെ ജനത്തിന്റെ അനിശ്ചിത മാർഗത്തിൽ ജ്വലിക്കുന്ന അഗ്നിസ്തംഭത്താൽ അങ്ങ് വഴികാട്ടി. അവരുടെ പ്രതീക്ഷ നിർമ്മിതമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു. ആരിലൂടെ ലോകമെങ്ങും നിയമത്തിന്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നു. ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിന്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ. അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ സന്താനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു. അങ്ങ് ശത്രുക്കളുടെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു. അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു. തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിന്റെ പൂർണ്ണജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിവ് നൽകി. നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി. സ്വജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലി അർപ്പിച്ചു. ഏകമനസ്സായി ദൈവിക നിയമം അനുസരിച്ചു. അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യഭാഗ്യങ്ങളെ ഒരുപോലെ സ്വീകരിച്ചു. അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു. അവരുടെ ശത്രുക്കളുടെ രോദനത്തിന്റെ കോലാഹലം മാറ്റലുകൊണ്ടോ സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു. അടിമയും യജമാനും ഒരേ ശിക്ഷ അനുഭവിച്ചു. രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ. എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെയുള്ള മരണം. മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല. അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയാവില്ല. അവരുടെ വത്സലപുത്രർ നിമിഷനേരം കൊണ്ട് ഹതരായല്ലോ. തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദിജാതന്മാരുടെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ ദൈവസുതരെന്ന് സമ്മതിച്ചു. സർവത്ര പ്രശാന്ത മൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിന്റെ മധ്യേ വന്നു. അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു. ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹലരാക്കി. അപ്രതീക്ഷിതമായി ഭീതികൾ അവരെ വേട്ടയാടി. അർദ്ധപ്രാണരായി അങ്ങിങ്ങ ചിതറിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിന്റെ കാരണം വെളിപ്പെടുത്തി. പീഡനത്തിന്റെ കാരണം അറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നറിവ് നൽകി. നീതിമാന്മാരുടെ മൃത്യുസ്പർശം അനുഭവിച്ചു. മരുഭൂമിയിൽ വെച്ച് ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു. എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കരായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി.
തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അവരുടെ ദാസനെന്ന് തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാന ഉടമ്പടി അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. മൃതദേഹങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട ക്രോധത്തെ ജീവിപ്പിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. 4 രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകളിലും കിരീടത്തിൽ അങ്ങയുടെ മഹത്വം ആലേഖനം ചെയ്തിരുന്നു. വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി ശിക്ഷയുടെ രുചി അറിഞ്ഞതുകൊണ്ട് തന്നെ മതിയായി. ജ്ഞാനം 19-ാം അധ്യായം. അധർമ്മികൾ അങ്ങയുടെ ജനത്തെ തിടുക്കത്തിൽ വിട്ടയച്ചെങ്കിലും മനം മാറിയ അനുധാവനം ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ നിർദ്ദയമായ കോപാവസാനം വരെ അവരുടെ മേലാഞ്ഞടിച്ചു. അവർ ദുഃഖം ആചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവക്കുഴിയിങ്കൽ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനമെടുത്തു. നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ ഒളിച്ചോടിയവരെ എന്ന പോലെ അവർ പിന്തുടർന്നു. തങ്ങൾ അർഹിക്കുന്ന ശിക്ഷാവിധിയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ സംഭവങ്ങൾ വിസ്മരിക്കാൻ ഇടയാക്കുകയും ചെയ്തത്. ഏറ്റ പീഡനങ്ങളുടെ കുറവ് തീർത്ത് പൂർത്തിയാക്കാനായിരുന്നു അത്. അങ്ങയുടെ ജനത്തിന് അത്ഭുതവാഹമായ യാത്രാനുഭവം ഉണ്ടാക്കാനും ശത്രുക്കളെ അസാധാരണമായ മരണത്തിന് ഇരയാക്കാനും വേണ്ടിയായിരുന്നു അത്. അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു. മേഘം പാളയത്തിനുമേൽ നിഴൽ വിരിച്ചു. ജലം നിറഞ്ഞു കിടന്നെടുത്ത വരണ്ട ഭൂമി, ചെങ്കടലിന്റെ മധ്യത്തിൽ നിർബാധമായ പാത, ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപ്പരപ്പ്. അങ്ങയുടെ കരത്തിന്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നു. അവരുടെ രക്ഷകനായ കർത്താവെ അങ്ങേ സ്തുതിച്ചുകൊണ്ട് മേച്ചിൽ പുറത്തെ കുതിരകളെ പോലെയും തുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെ പോലെ അവർ കാണപ്പെട്ടു. തങ്ങളുടെ പരദേശവാസകാലത്ത് ഭൂമി മൃഗങ്ങൾക്ക് പകരം കൊതുകുകളെയും നദി മത്സ്യങ്ങൾക്ക് പകരം തവളക്കൂട്ടങ്ങളെയും പുറപ്പെടുവിച്ചത് അവർ ഓർമ്മിച്ചു. ആർത്തി പിടിച്ച് വിശിഷ്ട ഭോജ്യത്തിന് അപേക്ഷിച്ച് തങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ പുതിയ തരം പക്ഷികൾ, കടലിൽ നിന്ന് കാടപ്പക്ഷികൾ പറന്നെത്തിയത് അവർ കണ്ടതാണ്. ഇടിമുഴക്കത്തിന്റെ മുന്നറിയിപ്പോടെ അത്രേ പാപികളുടെ മേൽ ശിക്ഷകൾ നിബന്ധിച്ചത്. അവർ ദുഷ്കൃത്യങ്ങൾ നിമിത്തം യഥാർഹം പീഡനമേറ്റു. അന്യജനതയോട് കഠിനമായ വെറുപ്പാണ് അവർ കാണിച്ചത്. മറ്റുള്ളവർ തങ്ങളെ സമീപിച്ച് അന്യജനതയെ സ്വീകരിച്ചില്ല. എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് ഉപകാരം ചെയ്ത അതിഥികളെ അടിമകളാക്കി. അതുമാത്രമല്ല, അന്യജനതയുടെ നേരെ ശത്രുത മനോഭാവം കാണിച്ച ആദ്യത്തെ കൂട്ടർക്ക് ശിക്ഷ ലഭിക്കും. രണ്ടാമത്തെ കൂട്ടർ അതിഥികളെ സ്വാഗതം ചെയ്ത് തങ്ങൾക്കൊപ്പം അവകാശം അനുഭവിച്ച് അവരെ കഠോരമായി പീഡിപ്പിച്ചു. ധർമ്മനിഷ്ഠന്റെ വാതിൽക്കൽ നിന്നവരെ പോലെ അവർ കടന്നു പോകാൻ വഴി കാണാതെ കൂരിരുൾ തപ്പിത്തടഞ്ഞു. വീണിയിൽ സ്വരസ്ഥാനഭേദം അനുസരിച്ച് താളം മാറുന്നതെങ്കിലും രോഗം മാറാത്തതുപോലെ മൂലവസ്തുക്കൾ പരസ്പരം മാറി. സംഭവിച്ചത് കാണുമ്പോൾ ഇത് വ്യക്തമാകും. കരയിലെ ജീവികൾ ജലജീവികളായി. ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു. അഗ്നി ജലത്തിൽ പോലും തന്റെ ശക്തി പ്രകടിപ്പിച്ചു. അഗ്നിയെ കെടുത്തുന്ന സംഭവം വിസ്മരിച്ചു. മറിച്ച് അഗ്നിജ്വാല അതിനെ പതിപ്പിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല. നിഷ്പ്രയാസം ഒരുങ്ങുന്ന സ്ഫടിക സദൃശ്യമായ സ്വർഗീയ ഭോജനത്തെ ഒരുക്കിയില്ല. കർത്താവെ, സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.